global financial crisis and India. The Indian economy has felt the impact of the global financial crisis. It is difficult to quantify the impact of the crisis on India. It is felt that certain sectors of the economy would be affected by the spillover effect of financial crisis. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്കറിയാം, സ്വാഭാവികമായും സാമ്പത്തിക ആഘാതം എന്താണെന്ന് വിലയിരുത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ചില സെക്ടേഴ്സ് ഒക്കെ കാര്യമായി ബാധിക്കപ്പെട്ടു, എന്നാൽ മറ്റു ചില സെക്ടേഴ്സ് കാര്യമായി ബാധിക്കപ്പെട്ടില്ല. നമുക്ക് ഓരോ മേഖല എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The US Bank has huge running relation with Indian software companies. According to an estimate, at least a minimum of 30,000 Indian jobs could be impacted in the wake of happenings in the US financial system. About 61% of the Indian IT sector revenues are from US financial corporations. The revenue contribution from US clients is about 58%. നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെയാണ് ബാധിച്ചത്? പ്രത്യേകിച്ച് യുഎസിന്റെ ബാങ്ക് മേഖലയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ മേഖലയുമായി അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു. ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 30,000 ജോബുകളാണ് ഈ പറയുന്ന അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ ബാധിക്കപ്പെട്ടത്. ഏകദേശം 61% IT സെക്ടർ വരുമാനവും അത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. അതുപോലെ അവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ US എന്നുള്ള ക്ലയൻസിന് റവന്യൂ കോൺട്രിബ്യൂഷൻ 58%. അപ്പോൾ ഒരു പരിധിവരെ ബാധിക്കപ്പെട്ടത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നെക്സ്റ്റ് വൺ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് നോക്കാം. The exchange rate volatility in India has increased in the year 2008-9 compared to previous years. Massive selling by foreign institutional investors and conversion of holdings from rupees to dollars for repatriation has resulted in the rupee depreciation sharply against the dollar. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ആ മേഖലയുണ്ടായ മാറ്റം ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ അതിന്റെ മൂല്യം കുറയുകയുണ്ടായി എന്നുള്ളതാണ്. കാരണം അത് ഉണ്ടാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. മറ്റൊന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോസ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോസ്. After the NEP, the Indian economy has been increasingly integrated with the global economy. The most immediate effect of this crisis has been outflow of foreign institutional investment from the equity market. നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ധാരാളമായി വിദേശ സ്ഥാപന നിക്ഷേപങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴുകി എന്നുള്ളതാണ്. അത് വിദേശ നാണ്യ ശേഖരത്തെ പ്രതികൂലമായി ബാധിച്ച ഒന്നാണ്. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്. It is expected that the capital flows into the country will dry up. Investment in mega projects which are under implementation are bound to buy more time before injecting fund into the infrastructure and other ventures. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നിക്ഷേപത്തെ പ്രതികൂലമായി ബാധിച്ച ഒന്നാണത്. ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച വിദേശ മൂലധനം അത് വരവ് കുറഞ്ഞു. പല വലിയ വൻകിട പ്രൊജക്റ്റുകളും നടപ്പിലാക്കാൻ പറ്റാതെയായി. സ്വാഭാവികമായി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് ആണ്. The crisis hit the Indian real estate sector hard. The recession has forced the real estate players to curtail their expansion plans. Many ongoing real estate projects are suffering due to lack of capital
ബോത്ത് ഫ്രം ബയേഴ്സ് ആൻഡ് ബാനേഴ്സ്. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, ബാധിക്കപ്പെട്ട മേഖല റിയൽ എസ്റ്റേറ്റ് ആണ്. പല വൻകിട പ്രൊജക്റ്റുകളും ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് വാങ്ങുന്നവര് വാങ്ങാൻ തയ്യാറായില്ല. അതുപോലെ എന്താണ് അതിന്റെ ആരുടെ ബാനറിലാണോ നിർമ്മിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്, അവർക്കും ഫണ്ടില്ല. ആ ഫണ്ടില്ലായ്മ കൊണ്ട് പല പ്രൊജക്റ്റുകളും നടപ്പിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാര്യമായി ബാധിച്ച ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. മറ്റൊന്ന് സ്റ്റോക്ക് മാർക്കറ്റാണ്. The combination of a rapid sell-off by financial institutions and the prospect of economic slowdown have pulled down the stocks and commodity markets. മറ്റൊന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നേരെ കൂപ്പുകുത്തുകയുണ്ടായി. കാരണം എല്ലാവരും ഷെയറുകൾ വിൽക്കാനായിട്ട് വെമ്പൽ കൊണ്ടപ്പോൾ അത് എന്തായി മാറി? സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഒരു താഴ്ചയ്ക്ക് കാരണമായി. മറ്റൊന്ന് എക്സ്പോർട്ട് ആണ്. The crisis will sharply contract the demand for export, adversely affecting the country's growth prospects. It will have an impact on merchandise exports and service exports. The decline in export growth may sharply affect some segment of the Indian economy that are export oriented. മറ്റെടുത്ത് പറയേണ്ട ഒരു മേഖല നമ്മുടെ എക്സ്പോർട്ട് മേഖലയാണ്. കാരണം ഡിമാൻഡിലുണ്ടായ വലിയ ഒരു കുറവ് അത് നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ടിനെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. സാധന സേവനങ്ങളുടെയൊക്കെ എക്സ്പോർട്ട് കാര്യമായിട്ട് കുറഞ്ഞു. പല ഈ സാധന സേവനങ്ങളുടെ എക്സ്പോർട്ട് കാര്യമായി കുറഞ്ഞപ്പോൾ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഈ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചതാണ്. വൺ ഡേഞ്ചർ ഈസ് ഓഫ് എ ഡിപ്പ് ഇൻ ദി എംപ്ലോയ്മെന്റ് മാർക്കറ്റ്. ലേ ഓഫ്സ് ആൻഡ് വേജ് കട്ട്സ് ആർ സർട്ടൻ ടു ടേക്ക് പ്ലേസ് ഇൻ മെനി കമ്പനീസ്. നമുക്കറിയാം നമ്മുടെ തൊഴിൽ മേഖല ആകെ തരിപ്പണമായി. വേജ് കൂലി കുറയ്ക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ ലേ ഓഫ്, അങ്ങനെയുള്ള പല സംവിധാനങ്ങളും പ്രഖ്യാപിക്കേണ്ടി വന്നു പല കമ്പനികൾക്കും. അവസാനമായി ബാങ്കാണ്. ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഹാവ് ആൻ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ സം ഓഫ് ദി ഇന്ത്യൻ ബാങ്ക്സ്. ചില ബാങ്കുകളൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധിയിലായി, എന്നാൽ ചില ബാങ്കുകൾ കാര്യമായി ബാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ആ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.